പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വർഷത്തെ അക്ഷരമുറ്റം ടാലൻറ്റ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 1 അക്ഷരമുറ്റം പതിപ്പിനെ ആധാരമാക്കിയിട്ടുള്ള പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടാലൻറ്റ് ടെസ്റ്റിന് പോകുന്ന എല്ലാവർക്കും ഇതൊരു മികച്ച ഹെൽപ്പായിരിക്കും. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഗാന്ധി ജീവിതവും പ്രവർത്തനവും എന്ന പുസ്തകം പുറത്തിറങ്ങിയത് എന്നാണ്? 1944 ഒക്ടോബർ 2. ഈ പുസ്തകം എഡിറ്റ് ചെയ്തത് പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന TG ഡെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവരായിരുന്നു. ഗാന്ധിജിയുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ചരിത്ര രേഖ കൂടിയാണ് ഈ പുസ്തകം. ഗാന്ധി ജീവിതവും പ്രവർത്തനവും എന്ന പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമായിരുന്നു? 1944 ഒക്ടോബർ 2 ഗാന്ധിജിക്ക് 75 വയസ്സ് തികഞ്ഞ വേളയിൽ കസ്തൂർബ ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പ്രകാശനം നടന്നത്. ഗാന്ധിജിയെപ്പോലൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് കുറിച്ചതാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ വലിയൊരു ആരാധകനായിരുന്നു. അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കത്തുകൾ വഴി നിരന്തരം അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു. ഐൻസ്റ്റീൻ്റെ അഭിപ്രായത്തിൽ ഗാന്ധിജി എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? രക്തവും മാംസവുമുള്ളവൻ. അതായത് അക്രമരഹിത പോരാട്ടത്തിലൂടെ, അഹിംസയിലൂടെ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയെ നേരിടാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് കേവലം പുസ്തകത്തിലെ അറിവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ കരുത്ത് കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് ഐൻസ്റ്റീൻ ഈ പ്രയോഗം നടത്തിയത്. ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണെന്നാണ് രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്? ഗ്രാമങ്ങളിൽ. ഗ്രാമസ്വരാജ് എന്നതായിരുന്നു ഗാന്ധിജിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമായ മാത്രമേ ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗ്രാമീണ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ആവിഷ്കരിച്ച ഏത് പദ്ധതിയിൽ നിന്നാണ് ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റുന്നത്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 നിയമമാക്കപ്പെടുകയും 2006 നിലവിൽ വരികയും ചെയ്തൊരു പദ്ധതിയാണിത്. പിന്നീട് 2009 ഇതിനു മുന്നിൽ മഹാത്മാഗാന്ധി എന്ന പേര് ചേർത്തു. ഇപ്പം 2026 ആ പേരു മാറ്റി VBG റാംജി എന്ന പദ്ധതിയാക്കിയത് മാറ്റി. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം എന്ന് തുടങ്ങുന്ന വരികൾ ഏത് കവിതയിലേതാണ്? കന്നഡ. മലയാളത്തിലെ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുടെ ഏറ്റവും ശ്രദ്ധേയമായ കവിതകളിലൊന്നാണിത്. കന്നഡ എന്ന കവിത എഴുതിയത് ഏത് വർഷമാണ്? 2001. മാറി മാറി നാം മനുഷ്യരൊന്നുപോലെയാകണം എന്ന വരികൾ ഉൾപ്പെടുന്ന പ്രശസ്തമായ വിപ്ലവ ഗാനം ഏതാണ്? മനുഷ്യനാകണം. മനുഷ്യനാകണം എന്ന വിപ്ലവ ഗാനത്തിന്റെ രചനയും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? മുരുകൻ കാട്ടാക്കട. മുരുകൻ കാട്ടാക്കടയുടെ ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? P. ജയചന്ദ്രൻ. മനുഷ്യനാകണം എന്ന ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്ന മലയാള ചലച്ചിത്രം ഏതാണ്? ചോപ്പ്. ചോപ്പ് എന്ന മലയാള ചലച്ചിത്രം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 2023. ഇത്രയും വിവരങ്ങളാണ് ജനുവരി 1 അക്ഷരമുറ്റം പതിപ്പിലുള്ളത്. ഇനി അടുത്ത ജനുവരി 9 പതിപ്പിലെ വിവരങ്ങളുമായിട്ട് ഉടനെ വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.